ലോകത്തിൽ ദൈവത്തിന് മുമ്പാകെ യോഗ്യർ എന്ന് പറയാൻ ആരുമില്ല. പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള അർഹതയില്ല. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്ന് പാപിയായിരിക്കുന്ന എൻ്റെ സ്ഥാനത്ത് എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ആ പാപങ്ങൾക്ക് ഞാൻ നിത്യമായി അനുഭവിക്കേണ്ട നരകശിക്ഷ എൻ്റെ പകരക്കാരനായി ഏറ്റെടുത്ത് അവൻ പ്രായശ്ചിത്തം ചെയ്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ യേശു ക്രിസ്തുവിനെ ഏക രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ വാസ്തവമായി വിശ്വസിക്കുന്നുവെങ്കിൽ അവർക്ക് പാപമോചനം ലഭിക്കുമെന്നാണ് ഈ വേദഭാഗത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല. എന്നാൽ സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ സാധാരണ വരുന്ന ഉത്തരം ഇങ്ങനെയാണ്: നല്ലവരായി ജീവിക്കണം. പാപമൊന്നും ചെയ്യാതെ നല്ലവരായി ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാൻ കഴിയും എന്നൊരു പൊതുവായ ധാരണയാണ് മനുഷ്യർക്കുള്ളത്. നല്ല മനുഷ്യരും ഭക്തന്മാരും പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉറപ്പായിട്ടും സ്വർഗത്തിൽ പോകും എന്നാണ് പൊതുവെ മനുഷ്യർ ധരിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ അങ്ങനെയുള്ളവരും സ്വർഗത്തിൽ പോകാൻ സാധ്യതയില്ല എന്നുള്ള സത്യം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരുപക്ഷെ കേൾക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ അതാണ് യാഥാർത്ഥ്യം. പിന്നെ എങ്ങനെയാണ് സ്വർഗത്തിൽ പോകാൻ കഴിയുന്നത് എന്നത് നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാം. നമുക്കിന്ന് ബൈബിളിലെ ഒരു ചരിത്ര സംഭവത്തിലൂടെ ഈ വസ്തുതകളെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. അപ്പസ്തോല പ്രവൃത്തിയിൽ 10-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 10-ാം അധ്യായം മുഴുവൻ വായിച്ച് കേൾപ്പിക്കുവാനുള്ള സമയത്തിൻ്റെ കുറവ് നിമിത്തം അതിൽ പറയുന്ന പ്രധാന ആശയങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളാം. 10-ാം അധ്യായത്തിൽ അപ്പസ്തോല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസ് എന്നൊരു നല്ല മനുഷ്യനെ നമുക്ക് കാണാം. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അപ്പസ്തോല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇപ്രകാരമാണ്: കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ളൊരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. എത്ര നല്ല മനുഷ്യനാണല്ലേ! ഒരു പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പട്ടാളക്കാരുടെ മേധാവി എന്നാണ് അർത്ഥം. താൻ ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തന്നെ എത്ര നല്ല മനുഷ്യനാണ്! അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന പല കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം വളരെ ഭക്തനായൊരു മനുഷ്യനായിരുന്നു. മാത്രമല്ല തൻ്റെ സകല ജനത്തോടും കൂടെ, താൻ മാത്രമല്ല തൻ്റെ കുടുംബവും പരിവാരങ്ങളും ഉൾപ്പെടെ തൻ്റെ സകല ജനത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. കൂടാതെ ജനത്തിന് വളരെ ധർമ്മം അല്ലെങ്കിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു വന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതും കൂടാതെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. ഇതിലും നല്ലൊരു മനുഷ്യൻ നമുക്ക് എവിടെ കിട്ടാനാണ്? ഈ മനുഷ്യനെക്കുറിച്ച് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇദ്ദേഹവും സ്വർഗത്തിൽ പോകാൻ യോഗ്യനായിരുന്നില്ലെന്നാണ്. എന്നാൽ തൻ്റെ ഈ പ്രവൃത്തികളൊന്നും ദൈവത്തിന് ഇഷ്ടമല്ലെന്നല്ല എന്നർത്ഥം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന മനുഷ്യരെയും ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യരെയും നീതിമാന്മാരെയും പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവത്തിന് തീർച്ചയായിട്ടും ഇഷ്ടം തന്നെയാണ്. എന്നാൽ സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഇതൊന്നുമല്ല എന്ന് നമുക്ക് ഈ സംഭവകഥയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ അധ്യായം തുടർന്ന് വായിക്കുമ്പോൾ കൊർന്നല്യോസിനോട് ദൈവം ആവശ്യപ്പെടുന്നൊരു കാര്യം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ സാധിക്കും. ആ മനുഷ്യൻ്റെ പ്രവൃത്തികളിൽ ഇഷ്ടം തോന്നിയ ദൈവം തൻ്റെ അടുക്കൽ ഒരു ദൈവദൂതനെ പറഞ്ഞയച്ചിട്ട് ഇങ്ങനെ അവനോട് പറഞ്ഞു: നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. ദൈവം പറഞ്ഞ പ്രകാരം കൊർന്നല്യോസ് പത്രോസ് എന്ന് പറയുന്ന ശീമോനെ തൻ്റെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി. എന്തിനാണ് പത്രോസിനെ വിളിച്ചു വരുത്തുന്നുള്ള കാര്യം പിന്നീട് ആ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തിയിൽ 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പത്രോസിൻ്റെ അടുക്കൽ ചെന്ന ഭൃത്യന്മാർ ഇപ്രകാരം പത്രോസിനോട് പറയുകയാണ്: നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നല്യോസ് എന്ന ശതാധിപന് നിന്റെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണം എന്നൊരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കൊർന്നല്യോസിൻ്റെ പ്രവൃത്തികളും തൻ്റെ പ്രാർത്ഥനയും ദൈവത്തോട് തൻ്റെ ഭക്തിയുമൊക്കെ അതൊക്കെ കണ്ട് പ്രസാദിച്ച ദൈവം തന്നെ ദൈവത്തോട് അടുപ്പിക്കുവാൻ അഥവാ തന്നെ സ്വർഗത്തിലെത്തിക്കുവാൻ ആവശ്യമായിരിക്കുന്ന സന്ദേശം തന്നെ അറിയിക്കേണ്ടതിനാണ് പത്രോസിനെ വിളിച്ചു വരുത്തുവാൻ ആവശ്യപ്പെട്ടത്. ദൈവം തൻ്റെ ദൂതൻ മുഖാന്തരം അരുളി ചെയ്ത പ്രകാരം കൊർന്നല്യോസ് പത്രോസ് അപ്പസ്തോലനെ തൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി. മാത്രമല്ല പത്രോസിനോട് ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ ഞങ്ങളോട് പ്രസംഗിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ഈ ഭൃത്യന്മാർ മുഖാന്തരം താൻ ചെയ്തത്. പത്രോസ് കൊർന്നല്യോസിൻ്റെ ഭവനത്തിലെത്തി.
തുടർന്ന് ദൈവം തന്നെ അറിയിച്ച സന്ദേശം കൊർന്നല്യോസിനെ അറിയിക്കുന്നത് നമുക്ക് ആ അധ്യായത്തിൽ തന്നെ വായിക്കാൻ സാധിക്കും. നമുക്ക് ആ ഭാഗം ഒന്ന് ഇപ്പോൾ വായിച്ച് കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 10-ാം അധ്യായം 34 തുടങ്ങി 43 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിൻ്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിലൊക്കെ ഉണ്ടായ വർത്തമാനം, നസ്രായന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികൾ ആകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പുകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. കൊർന്നല്യോസിനോടും ഭവനത്തോടും ദൈവം പത്രോസ് അപ്പോസ്തലൻ മുഖാന്തരം അറിയിച്ച വചനത്തിൽ നിന്നും സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച അതിപ്രധാനമായിരിക്കുന്ന ചില സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കൊർന്നല്യോസ് എന്ന് പറഞ്ഞ നല്ല മനുഷ്യൻ്റെ ഭക്തിയും തൻ്റെ ധർമ്മവും തൻ്റെ പ്രാർത്ഥനയൊക്കെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രസാദകരമായിരുന്നു. എന്നാൽ കൊർന്നല്യോസിനും സ്വർഗത്തിൽ പോകണമെങ്കിൽ തടസ്സമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ദൈവം അപ്പോസ്തലൻ മുഖാന്തരം വളരെ വ്യക്തമായി പറഞ്ഞു. നാം വായിച്ച വേദഭാഗത്തിൻ്റെ ഒടുവിലെ വാക്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. പ്രിയമുള്ളവരെ, കൊർന്നല്യോസ് എന്ന വ്യക്തി ഒരു വിജാതീയനായിരുന്നു, താൻ യഹൂദനായിരുന്നില്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം ഏത് ജാതിയിലും ഏത് ഭാഷയിലും ഏത് വർഗത്തിലും ഏത് വർണ്ണത്തിലും പെട്ട മനുഷ്യരെ സംബന്ധിച്ച് ഒരുപോലെ കരുതുന്നവനാണ്. ദൈവത്തിന് മനുഷ്യരെ സംബന്ധിച്ച് മുഖപക്ഷമില്ല. ജാതിമത വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഭാഷാ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽപ്പെട്ട വ്യത്യാസങ്ങൾ ദൈവത്തിന് മനുഷ്യനെ സംബന്ധിച്ചില്ല എന്ന് നമുക്ക് ഈ വേദഭാഗം മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ സകല മനുഷ്യരെക്കുറിച്ചും ഒരുപോലെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സകല മനുഷ്യരും പാപികളാണ്. ഇവിടെ നാം വായിച്ചു കേട്ട കൊർന്നല്യോസ് എന്ന് പറഞ്ഞ വ്യക്തി താരതമ്യേന സമൂഹത്തിൽ വളരെ നല്ലവനാണ്. താൻ ധർമ്മം കൊടുക്കുന്നവനാണ്, മാത്രമല്ല പ്രാർത്ഥിക്കുന്നവനാണ്, തൻ്റെ കുടുംബത്തോടൊപ്പം വളരെ ദൈവഭക്തനായി ജീവിക്കുന്ന വ്യക്തിയാണ്. മാത്രവുമല്ല താൻ ചുറ്റുമുള്ള യഹൂദന്മാരാൽ നല്ല സാക്ഷ്യമുള്ള വ്യക്തിയാണ്. യഹൂദന്മാർക്കൊക്കെ നല്ല അഭിപ്രായമാണ് കൊർന്നല്യോസിനെ സംബന്ധിച്ചുള്ളത്. ഇത്രയും നല്ലവനായ ഒരു വ്യക്തിയും പാപിയാണോ എന്ന് ചോദിച്ചാൽ, മറ്റുള്ള ദുഷ്ടന്മാരും നീചന്മാരുമായിരിക്കുന്ന മനുഷ്യരെ അപേക്ഷിച്ച് കൊർന്നല്യോസ് നല്ലവനാണെങ്കിലും ദൈവത്തിനു മുമ്പാകെ താനും ഒരു പാപിയാണ് എന്നുള്ള സത്യം ഈ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്, ലോകത്തിലെ സകല മനുഷ്യരും പാപികളാണ്. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10 തുടങ്ങിയുള്ള ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. വീണ്ടും നമുക്ക് അതേ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം കൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമാലേഖനത്തിൻ്റെ ഈ 3-ാം അധ്യായത്തിലൂടെ ദൈവം പൊതുവിൽ മനുഷ്യവർഗത്തെ സംബന്ധിച്ചുള്ളൊരു പ്രധാനപ്പെട്ട ന്യൂനത അല്ലെങ്കിൽ കുറവ് ചൂണ്ടിക്കാണിക്കുകയാണ്. ആ വാക്യങ്ങളുടെ ആശയം ഇതാണ്: ലോകത്തിൽ ദൈവത്തിന് മുമ്പാകെ യോഗ്യർ എന്ന് പറയാൻ ആരുമില്ല. എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി, അഥവാ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകുവാനുള്ള യോഗ്യത നഷ്ടപ്പെടുത്തിയവരാണെന്നാണ് ആ വാക്യങ്ങൾ പറയുന്നത്. മാത്രമല്ല എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല. ഒരുപക്ഷെ നന്മ ചെയ്യുന്നവനില്ല എന്ന് നമ്മൾ വായിക്കുമ്പോൾ
കൊർന്നല്യോസൊക്കെ ഒരുപാട് നന്മ ചെയ്തല്ലോ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ വാക്യത്തിൽ പറയുന്ന ആശയം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം നന്മ മാത്രം ചെയ്യുന്ന യാതൊരു മനുഷ്യരും ലോകത്തിൽ എവിടെയും ഇല്ല. ഒരുപക്ഷെ ചില നന്മ പ്രവൃത്തികളൊക്കെ നമ്മളും ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ ആ നന്മ പ്രവൃത്തിയിൽ ചെയ്യുന്ന നാം തന്നെ പലപ്പോഴും തിന്മ ചെയ്യുന്നു അഥവാ പാപം ചെയ്യുന്നു എന്നൊരു കുറവ് തീർച്ചയായിട്ടും നമുക്കുണ്ട്. പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള അർഹതയില്ല. മറിച്ച് ആ പാപത്തിൻ്റെ ഫലമായി നിത്യനരകത്തിലേക്ക് പോകുവാനാണ് വാസ്തവത്തിൽ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അർഹത എന്ന് പറയുന്നത്. അതുകൊണ്ട് കൊർന്നല്യോസിനെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ തന്നെ കേൾപ്പിച്ച സന്ദേശത്തിലൂടെ പറയുന്നത് താൻ ഒരു പാപിയായിരിക്കുന്ന മനുഷ്യനാണ്. താൻ ഒരു പക്ഷേ മറ്റ് മനുഷ്യരെ അപേക്ഷിച്ച് നല്ലവനും ദൈവത്തെ ഭയപ്പെടുന്നവനും ധർമ്മം കൊടുക്കുന്നവനും ഒക്കെ ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാൻ തനിക്കുള്ള ഒരു ന്യൂനതയെക്കുറിച്ച് ദൈവം തന്നെ വളരെ സ്നേഹത്തോടെ കൊർന്നല്യോസിനെ അറിയിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഭാഗത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊർന്നല്യോസ് വാസ്തവത്തിൽ തനിക്ക് അറിയാവുന്ന നിലയിലൊക്കെ ദൈവത്തെ സേവിക്കാൻ ശ്രമിച്ച ആളാണ്. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച് അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല നല്ല മനുഷ്യൻ, സമൂഹത്തിൽ നല്ല മാന്യനായിരിക്കുന്ന അനേകരുടെ പ്രശംസ പിടിച്ചു വരുത്തിയ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ സ്വർഗത്തിൽ എത്തിക്കുകയില്ല. മറിച്ച് തൻ്റെ പാപമാണ് സ്വർഗത്തിലേക്ക് തനിക്ക് പോകുന്നതിന് തടസ്സമായിട്ടുള്ളത് എന്ന് ദൈവം അപ്പോസ്തലനായ പത്രോസിലൂടെ കൊർന്നല്യോസിനെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വാക്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വീണ്ടും ചില സത്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു എല്ലാവർക്കും കർത്താവാണ്. പത്രോസിൻ്റെ പ്രസംഗത്തിൽ അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിച്ചു, അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി സമാധാനം പ്രഖ്യാപിക്കാനല്ല, ഈ പ്രസംഗിക്കാനല്ല. മറിച്ച് ദൈവത്തിൽ നകന്നുപോയ, ദൈവത്തോട് നിരപ്പില്ലാത്ത, ദൈവത്തോട് സമാധാനമില്ലാത്ത സകല മനുഷ്യർക്കും സമാധാനം നൽകുവാൻ അഥവാ ദൈവത്തോട് അവരെ നിരപ്പിച്ച് ദൈവവുമായൊരു സമാധാന ബന്ധം ഉണ്ടാക്കുവാനായി ഈ ലോകത്തിലേക്ക് വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പലപ്പോഴും ഇക്കാലത്ത് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ എന്തെന്നാൽ യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ കർത്താവാണ്, ക്രിസ്ത്യാനികളുടെ രക്ഷകനാണ് എന്നൊക്കെ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ടാകും. എന്നാൽ ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അവൻ എല്ലാവരുടെയും കർത്താവാണ്. ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും ഉത്തരവാദിത്വം വാസ്തവത്തിൽ ദൈവത്തിനില്ല. ജാതിയും മതവും ഒക്കെ സ്ഥാപിച്ചത് മനുഷ്യരാണ്. എന്നാൽ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ നിലവാരത്തിൽ നിന്ന് താഴെപ്പോയ അല്ലെങ്കിൽ വീണുപോയ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവൻ ചിലരുടെ കർത്താവല്ല, മറിച്ച് എല്ലാവരുടെയും കർത്താവാണ്. അവൻ ലോകത്തെ രക്ഷിക്കുവാൻ വന്ന ലോകത്തിൻ്റെ രക്ഷിതാവാണ്. മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയെക്കുറിച്ച്, അവൻ എങ്ങനെയാണ് മനുഷ്യവർഗത്തെ രക്ഷിച്ചത്, അവൻ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ എന്തു ചെയ്തു എന്നുള്ള സത്യങ്ങളും നമുക്ക് ഈ വേദഭാഗത്ത് നാം വായിച്ചു കേട്ടു. നാം ഇങ്ങനെ വായിച്ചു, യേശുക്രിസ്തു അങ്ങനെ ചുറ്റി സഞ്ചരിച്ച് പിശാച് ബാധിതരെ സൗഖ്യമാക്കുകയും രോഗികൾക്ക് സൗഖ്യം കൊടുക്കുകയും മാത്രമല്ല ചെയ്തത്. അതിന് 39-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു, യഹൂദ്യ ദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കുന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു എപ്രകാരമാണ് മനുഷ്യവർഗത്തെ രക്ഷിക്കാനായി ലോകത്തിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ, അവൻ പാപികളായ മനുഷ്യർക്ക് വേണ്ടി പീഡകൾ സഹിച്ച് അഥവാ പാപികളായ മനുഷ്യരുടെ ശിക്ഷകൾ സഹിച്ച് പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട് മനുഷ്യവർഗത്തെ രക്ഷിക്കാനാണ് ഈ ലോകത്തിലേക്ക് വന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിന് എന്നുള്ളതിനെ സംബന്ധിച്ച് ബൈബിളിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നൊരു പ്രസ്താവന ഇപ്രകാരമാണ്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. അവൻ ഈ ലോകത്തിൽ വന്നപ്പോൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതബാധിതർക്ക് സൗഖ്യം കൊടുത്തു, മുടന്തരെ നടത്തി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. എന്നാൽ താൻ ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം അതൊന്നും ആയിരുന്നില്ല. താൻ പാപികളെ രക്ഷിക്കാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ലോകത്തിൻ്റെ രക്ഷിതാവാണ്. അതുകൊണ്ടാണ് നാം വായിച്ചു കേട്ടത്, അവൻ എല്ലാവരുടെയും കർത്താവാണ്. ലോകത്തിലെ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം മനുഷ്യവർഗത്തിൻ്റെ നിസ്സഹായതയിൽ അവനൊരിക്കലും സാധിക്കാത്ത ആ രക്ഷ സാധ്യമാക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി ഈ ലോകത്തിലേക്ക് അയച്ചത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു കുരിശിൽ അനുഭവിച്ച പീഡകൾ ഞാനും നിങ്ങളും ചെയ്ത പാപത്തിന് നിത്യമായി നരകത്തിൽ അനുഭവിക്കേണ്ട ശിക്ഷകളായിരുന്നു.
അവൻ നമ്മുടെ ശിക്ഷകൾ നമ്മുടെ പകരക്കാരനായി ഏറ്റെടുത്ത് പരിഹാരം ചെയ്യുവാനാണ് കാൽവരി കുരിശിൽ ബലിയായി തീർന്നത്. ഈ യാഥാർത്ഥ്യമാണ് കൊർന്നല്യോസ് എന്ന് പറയുന്ന വിജാതീയനെയും പത്രോസ് അപ്പസ്തലനോട് ദൈവം കേൾപ്പിച്ച സന്ദേശം. മാത്രവുമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ മരണത്തിലൂടെ പാപമോചനം പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്നും വളരെ വ്യക്തമായി കൊർന്നല്യോസിനോടും അവൻ്റെ കുടുംബത്തോടും അവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരോടും ദൈവത്തിൻ്റെ ആത്മാവ് അപ്പസ്തലനായ പത്രോസിലൂടെ വളരെ വ്യക്തമായി പറഞ്ഞു. നാം ഇങ്ങനെയാണ് വായിച്ചത്: അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിലൂടെ പാപമോചനം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ നാം ഒരു പ്രവൃത്തിയല്ല ചെയ്യേണ്ടത്, മറിച്ച് കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു വ്യക്തി, ഒരു പാപി മനസ്സിലാക്കി അത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്ന് പാപിയായിരിക്കുന്ന എൻ്റെ സ്ഥാനത്ത് എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ആ പാപങ്ങൾക്ക് ഞാൻ നിത്യമായി അനുഭവിക്കേണ്ട നരകശിക്ഷ എൻ്റെ പകരക്കാരനായി ഏറ്റെടുത്ത് അവൻ പ്രായശ്ചിത്തം ചെയ്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ യേശുക്രിസ്തുവിനെ ഏക രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ വാസ്തവമായി വിശ്വസിക്കുന്നുവെങ്കിൽ അവർക്ക് പാപമോചനം ലഭിക്കുമെന്നാണ് ഈ വേദഭാഗത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഏത് മനുഷ്യനെ സംബന്ധിച്ചും അവർക്ക് എല്ലാവർക്കും ലഭ്യമായ അല്ലെങ്കിൽ സ്വീകരിക്കാൻ പാകത്തിന് വളരെ ലളിതമായി ദൈവം പാപമോചനം അഥവാ രക്ഷ ഒരുക്കിയിരിക്കുന്നു. ജാതിമത വ്യത്യാസം കൂടാതെ, ഭാഷാ വ്യത്യാസം കൂടാതെ, അങ്ങനെ യാതൊരു വ്യത്യാസം കൂടാതെ ഏത് മനുഷ്യർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലാം. താനൊരു പാപിയാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ടുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരിയാകം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനുള്ള ബലിയായിരുന്നു എന്ന് മനസ്സിലാക്കി ആ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്ന, അവനെ ഏകനാഥനായി വിശ്വസിക്കുന്ന ഏത് മനുഷ്യർക്കും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗജന്യമായ പാപക്ഷമം നൽകും എന്ന് വ്യക്തമായി പറയുകയാണ്. മാത്രമല്ല, വാക്യത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെയാണ്: ഇത് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് ബൈബിളിൻ്റെ എഴുത്തുകാരായിരിക്കുന്ന പ്രവാചകന്മാർക്കെല്ലാം ഒരേ ശബ്ദമാണ്, ഒരേ അഭിപ്രായമാണ്: കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി വിശ്വസിക്കുക. ഇന്ന് ഈ സന്ദേശം കേട്ട ആരെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ ഇപ്രകാരം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കണം. ഒരുപക്ഷെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം താങ്കൾ. ഒരുപക്ഷെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, ധാരാളം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. കൊർന്നല്യോസിനെ പോലെയോ അദ്ദേഹത്താൽ മികച്ചൊരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഒരു കുറവ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ഞാനൊരു പാപിയാണെന്ന് സമ്മതിച്ച് അവനെ ഏകരക്ഷകനും നാഥനുമായി വിശ്വാസാൽ സ്വീകരിച്ചാൽ അവർക്ക് പാപമോചനമുണ്ട്, നിത്യരക്ഷയുണ്ട്, സ്വർഗത്തിൽ പോകാനുള്ള ഏക മാർഗം ഇതാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശത്തെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും നന്ദി.